Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഈ ജൂലൈ മന്തിൽ നിങ്ങളുടെ ലൈഫിൽ ദൈവം വലിയ ചില ബ്രേക്ക് ത്രൂസ് ദൈവം അയക്കാൻ പോവുകയാണ്. ഇതുവരെ നിങ്ങൾ പോയ പാതകൾ പ്രതികൂലങ്ങളിലൂടെയാണെങ്കിലും അസാധാരണമായ ചില ദൈവിക വഴിയും പ്രവൃത്തിയും ദൈവം ചെയ്തെടുക്കാൻ പോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം സത്യവാൻ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. ഹീ ദാറ്റ് ഈസ് ട്രൂ. ദൈവം സത്യവാൻ. ക്രിസ്തു സത്യവാൻ മാത്രമല്ല, അവൻ സത്യവാൻ. സത്യമായ ദൈവത്തിൻ്റെ ആ വചനം, മാറ്റമില്ലാത്ത ആ വചനം അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ക്രിസ്തുവിന് അനുരൂപപ്പെട്ട് ഓരോ ദിവസവും പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദാവീദിൻ്റെ താക്കോലുള്ളവൻ, കീ ദാറ്റ് ഹാസ് ദ കീ ഓഫ് ഡേവിഡ്. ദാവീദിൻ്റെ താക്കോൽ ഉള്ളവൻ. താക്കോൽ എന്ന് പറയുമ്പോൾ അത് അടയ്ക്കാനുള്ളതാണ്, അത് തുറക്കാനുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആരെല്ലാം ഏതെല്ലാം വഴികൾ അടച്ചാലും ദാവീദിൻ്റെ താക്കോലുള്ളവൻ നിങ്ങളുടെ ജീവിതത്തിന്മേൽ, നിങ്ങളുടെ ജീവിതത്തോടു കൂടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ അസാധാരണമായ ചില വിടുതലും നന്മകളും വഴികളും ഇതെല്ലാം ദൈവം തുറക്കാൻ പോവുകയാണ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുള്ളവൻ. മത്തായി സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യം പഠിക്കുമ്പോൾ കീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ. ആമേൻ. ദാവീദിൻ്റെ താക്കോൽ നാം മറന്നു പോകരുത്. ജീസസ് ഓപ്പൺ എ ഡോർ നോബഡി ക്യാൻ ഷട്ട്. ദൈവം ഒരു വാതിൽ ആമേൻ തുറന്നാൽ അതാർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന സകല വാതിലും ദൈവം തുറക്കാൻ പോകും. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ അടഞ്ഞുപോയ ഷട്ടർ വീണ ചാപ്റ്ററുകൾ, നിങ്ങളുടെ ബിസിനസ്സിൽ ഷട്ടർ വീണ ചാപ്റ്ററുകൾ, നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ജോലിയിൽ ഷട്ടർ വീണത്, ജേർണിയിൽ ഷട്ടർ വീണത്, ഇതെല്ലാം സ്വർഗത്തിലെ ദൈവം തുറക്കാൻ പോവുകയാണ്. ഒരു കാര്യം ഇന്നത്തെ ഈ സമയം ഓർത്തോണം. നിങ്ങളുടെ മുൻപിൽ ആരെല്ലാം വാതിൽ അടച്ചാലും ആ വാതിൽ ദൈവം തുറക്കും. ഈ മാസം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇതുവരെയും ചിന്തിച്ചിട്ടില്ലാത്ത, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, ഇതുവരെയും കേട്ടിട്ടില്ലാത്ത വലിയ വാതിലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീകമായും ഭൗതികമായും ഒരു പുതിയ വാതിൽ യേശു തുറക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കർത്താവിൻ്റെ ആ വാക്കിൽ വിശ്വസിച്ചാൽ ദൈവ മഹിമ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇന്ന് ഒരു പുതുവഴി ദൈവം തുറക്കുന്നു. നിങ്ങളത് വിശ്വസിക്കൂ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിൻ്റെ ഒരു ഫ്ലാഗ്, ഒരു പതാക, ഒരു കൊടി ഉയർന്നിരിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് ഈ വചനം കേട്ട ഓരോ വ്യക്തികളുടെ മേലും അസാധാരണമായ വാതിൽ ഇപ്പോൾ തന്നെ തുറക്കണമേ.
ഇപ്പോൾ തന്നെ തുറക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ സകല അടഞ്ഞ ആമേൻ വാതിലുകളും തുറന്നു വരട്ടെ. ഇതൊരു ജയത്തിൻ്റെ റൂട്ടാകട്ടെ. ആമേൻ എക്സ്പാൻഷൻ നടക്കുന്ന റൂട്ടായി മാറേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശ്രദ്ധിച്ച സകലർക്കും ഇത് കാണാൻ പോകുന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഒരത്ഭുതവാതിൽ യേശു ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടത് ഞങ്ങളുടെ പാപം മാറ്റാൻ മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞ വഴികൾ തുറക്കാനാണ്. കർത്താവ് അങ്ങനെ അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു വലിയ വാതിൽ നിങ്ങളുടെ മുൻപിൽ കർത്താവ് തുറന്നു വെച്ചിരിക്കുന്നു. അത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. നിങ്ങൾ ഓർക്കും ഇതെങ്ങനെ സംഭവിക്കാൻ പോകുന്നു. ഒരു മുന്നറിയിപ്പും തരാതെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു. ലവ് യു.